കാവ്യം സുഖേയം കഥ രാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം. മഹാകവി വള്ളത്തോൾ പാടിയതുപോലെ രാമായണ തത്വം സമസ്ത ലോകർക്കും എന്നും അറിയാനും അനുഭവിക്കാനും പറ്റുന്നതാണ്. ബാലകാണ്ഡത്തിൽ തുടങ്ങി യുദ്ധകാണ്ഡത്തിൽ അവസാനിച്ച് വീണ്ടും ഉത്തരകാണ്ഡവുമുള്ള മലയാളികൾ സ്വീകരിച്ച രാമായണത്തിലെ പല കഥാപാത്രങ്ങളിൽ നിന്നും നമുക്ക് പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്നതുണ്ട്. ആദ്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സന്താന സൗഭാഗ്യത്തെ കുറിച്ചാണ്. സന്താന സൗഭാഗ്യത്തിന് ഈശ്വര സേവ അത്യാവശ്യമാണ് എന്നാണ് ദശരഥ മഹർഷി ഋഷ്യശൃംഗന്റെ സഹായത്തോടെ പുത്രകാമേഷ്ടി യാഗം നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പോഴാണ് അവർക്ക് അഗ്നിദേവൻ പ്രസാദിച്ച് സന്താന സൗഭാഗ്യത്തിനുള്ള പ്രസാദം നൽകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. ഗൗതമ മുനിയുടെ ശാപത്താൽ അഹല്യ കല്ലായി മാറുന്നത് നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കുന്നു. വളരെ കാലങ്ങൾ കല്ലായി കിടന്ന അഹല്യ ശ്രീരാമ പാദസ്പർശനത്താൽ മോക്ഷം സിദ്ധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. എത്ര വലിയ പാപം അറിയാതെ ചെയ്തു പോയാലും ഭഗവാനിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ മോക്ഷം സിദ്ധിക്കും എന്നത് ആധുനിക കാലത്ത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. പരശുരാമനിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റുന്ന പാഠം എന്താണ്? എത്ര വലിയവനായാലും, അവൻ എത്ര വലിയ ജ്ഞാനിയായാലും, എത്ര വലിയ വിവരമുള്ളവനായാലും അഹങ്കാരമുണ്ടായാൽ പതനം സുനിശ്ചിതം. ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ എന്നു പറഞ്ഞ പരശുരാമൻ അവസാനം ശ്രീരാമന് മുന്നിൽ മുട്ടുമടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അയോധ്യാകാണ്ഡത്തിലെ വിച്ഛിന്നാഭിഷേകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? പിതാവിൻ്റെ ആജ്ഞയാൽ ശ്രീരാമൻ വനവാസത്തിനു പോകുന്നു. രാജ്യം ഉപേക്ഷിച്ചാണ് ശ്രീരാമൻ വനവാസത്തിനു പോകുന്നത്. ജന്മം തന്ന മാതാപിതാക്കൾ പറയുന്നത് അക്ഷരം പ്രതി നമ്മൾ അനുസരിക്കണം എന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. മാതാ പിതാ ഗുരു ദൈവം എന്നല്ലേ പ്രമാണം.